നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ? ആഗ്രഹിച്ചാ ഇതാ ഇങ്ങനെ കിടക്കും. എന്താണ് ഡോക്ടറെ വിളിക്കുന്നു? അല്ല, നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ്. ഈ ബില്ല് മുഴുവൻ കീരിക്കാടം കൊടുത്തെന്ന് വിചാരിക്കുക. എത്ര നാളും ഡാൻസ് ചെയ്യണം ഇതൊന്ന് വീടാൻ. ഇനിയിപ്പോ എവിടുന്ന് വീടാൻ? കമണ്ട് സാറേ, ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവുമെന്ന് പറയുന്നത് ശരിയാണ്. ആയിക്കൂടാന്നില്ല. എന്റെ അളിയാ, എന്തായാലും കുഷ്ഠരോഗം ആകാൻ മതിയായിരുന്നു. കണ്ടക്ടറെ, കമ്പൗണ്ടർ ആ രണ്ടും തന്നെ. ഇവിടെ വെക്ക്. ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒടുവിനെ അനുസരിച്ചല്ലേ മുറിക്കുക. രണ്ടായാലും കാര്യം ഒന്ന് തന്നെ. എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്ക ഇവന് നൃത്തം ചെയ്യാനൊക്കത്തില്ലല്ലോ. അതല്ലേ എന്റെ വിഷമം. അതിന് ഊന്നുപടി കൊടുക്കൂലേ? അതൊരു ചന്തം ഉണ്ടാവില്ലേ? അല്ല, എപ്പോഴാണ് ഇത് മുറിക്കുക? അതൊന്നും പറയാറായിട്ടില്ല. തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിൽ കേസ് ചെയ്തിട്ടുണ്ട്. മണി 5 ആകുന്നതേ ഉള്ളൂ. അങ്ങോട്ടിരിക്കാം. എന്താണിത്? കൊട്ടാരോ? സൂക്ഷിച്ചറിഞ്ഞോളിയ, ശില്പി ചെയ്യണ്ട. കാല് രാത്രി സംസ്കാരമില്ല. വണ്ടി കൊണ്ട് മാറ്റിട്ടേ. എത്തിയല്ലോ. ഇതാണ് കക്ഷി. ഗുഡ് ഈവനിങ് മിസ്റ്റർ സുരേഷ് മേനോൻ. ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഇതെന്താ എല്ലാവരും സുരേഷ് മേനോൻ എന്ന് വിളിക്കുന്നത്? അത് കാശ് കൊടുത്ത് വെച്ചിരിക്കുന്നതല്ലേ. ഒരു വിളിക്ക് 10 രൂപ വെച്ചാ കൊടുത്തിരിക്കുന്നത്. കാശ് കൊടുത്ത് ഇവിടെ അച്ഛാന്ന് വിളിക്കാൻ വരെ ആളെ കിട്ടും. വാ. സുരേഷ് മേനോൻ ഇയാളാ? ചുമ്മാതല്ല ബില്ല് മാറി കിട്ടാത്തത്. ഇവൻ സുരേഷ് മേനന്റെ ഓഫീസിലെ ക്ലർക്കാ. പിന്നെ ഓട്ടോ സൂട്ട് വിട്ടല്ലേ ക്ലാർക്കന്മാര് നടക്കുന്നത്. ശങ്കര, നീ കണ്ടില്ലേ സുരേഷ് മേനോൻ? ഇതല്ലോ അയാള്. പിന്നെന്താ? ഇയാള് വാലേ ബുക്കിയാൻ വല നട. പിന്നൊരു കാര്യം, എല്ലാവരും ഞാൻ തന്നെ പറ്റിക്കാന്ന് വിചാരിക്കരുത്. എല്ലാത്തിനും ഞാൻ ജയിലാക്കും. ഇടോ മാപ്പിള, അയാള് തന്നെ ഇയാള്. ഇയാളല്ല അയാള്. പിന്നെ ഇയാളല്ല. ഇയാൾ ആര്? ഇയാള് സുരേഷ് മേനോന്റെ ഓഫീസിലോട് തല്ലിപ്പിളി ക്ലർക്കാ. ഞാൻ കാര്യം പറയാം. ഇയാളെ ഇവിടെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇയാൾ ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും സലാം എന്ന് പറഞ്ഞു. നമ്മളെന്തിനാ വെറുതെ തർക്കം പിടിച്ചിട്ട് നമ്മൾ നേരിട്ട് അവിടെ പോയി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇയാളാണ് സുരേഷ് മേനോൻ. ഞാൻ പറഞ്ഞു ഇയാളല്ല. പണ്ടായി വെക്കുന്നോ? എത്ര രൂപ? 100 രൂപ. 100 രൂപ. 100 രൂപ എടുക്ക. കൈയോടെ രണ്ട് കൈ ഇങ്ങോട്ട് വെക്ക്. കൈ വെച്ചു നിക്കട്ടെ. അല്ല, അതെ, ആ കോട്ടിട്ടിരിക്കുന്ന ആളാരാ? പേരെന്താ? അദ്ദേഹമാണ് മിസ്റ്റർ സുരേഷ് മേനോൻ. താമസിക്കല്ലേ? താനോട് മാത്രം. പിന്നൊരു കാര്യം, എല്ലാരും ഭയഭക്തി ബഹുമാനത്തോടെ നിന്നോണം. കേട്ടല്ലോ? തൊട്ടിത്തരം ഒന്നും കാണിക്കരുത്. തന്റെ ഈ ഏമ്പക്കം കോട്ട് പോയി ഉടച്ച് വിളമ്പരുത്. നിനക്കൊക്കെ നന്നാകാനുള്ള അവസാനത്തെ ചാൻസാ. മനസ്സിലായോ? അവരിങ്ങോട്ട് വരുന്നുണ്ട്. വിറയ്ക്കും വയർക്കും ഒന്നും ചെയ്യരുത്. വേഗം പറഞ്ഞു വിട്ടേക്കണം. ശരി. നമസ്കാരം. ഇതാണ് എന്റെ മാഷ്. കീരിക്കാട്ട് ചെലപ്പം പിള്ള. ഹലോ. കീരിക്കാട്ട് തിയേറ്റേഴ്സ്. ഇത് എന്റെ ട്രൂപ്പ് മെമ്പേഴ്സ്. എല്ലാവരും ഇരിക്കും. വേണ്ട, നിന്നോളാം. ഒരു കാര്യം ഉണർത്തിക്കാനാണ് ഇത്തരം വന്നത്. എന്താ പറഞ്ഞോളൂ. ഭാഗ്യവശാൽ വളരെയധികം ജന്മവാസനയുള്ള ഒരുപിടി കലാകാരന്മാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സാമ്പത്തികമായി ഒരല്പം ക്ഷീണമുണ്ട്, രോഹിണിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതിന് ഞാൻ നൃത്തമൊന്നും പഠിച്ചിട്ടില്ല. തമാശ, ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മേനോൻ സാറ് ഞങ്ങളുടെ ഒരു രക്ഷാധികാരിയും ഒപ്പം ഒരു പങ്കാളിയും ഒക്കെ ആയി കൂടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താ രോഹിണി? അതിന് ഞാനെന്താ വേണ്ടത്? ഒരു ചെറിയ എമൗണ്ട് റേസ് ചെയ്ത് തൽക്കാലം ഞങ്ങളെ സഹായിക്കണം. എത്രയാ വേണ്ടത്? ഒരു 50,000 രൂപ. അത്രയുള്ളോ? 50,000 മതിയോ? ഒരു എമൗണ്ടായിട്ട് ചോദിച്ചേ ഉള്ളൂ. പണമല്ല. സാറ് ഞങ്ങളോട് ഉണ്ടാവണം, അതാ പ്രധാനം.
50,000 ചോദിച്ചത്. ഇതാ ഇരട്ടിയുണ്ട്. അതോ 1 ലക്ഷം. ഞാൻ പാർട്ണറായിരിക്കുന്നു. നാളെ കാലത്തെ മാറിക്കൊള്ളൂ. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കൂല സാർ. ചെക്ക് ഒന്ന് നോക്കട്ടെ. ശല്യപ്പെടുത്തുന്നില്ല, വരട്ടെ. ഒന്ന് നോക്കട്ടെ ചെക്ക്. മതിടാ, ഇറങ്ങാം. ഒന്ന് നോക്കട്ടെ ചെക്ക് നോക്കട്ടെ. പട്ടി ഞാൻ എന്റെ കാശ എന്റെ കാശ കാശ ഇവിടുന്ന് തരാൻ നോക്കൂ. അങ്ങനെ നിങ്ങളെ കടം വാങ്ങിയിട്ട് തന്റെ ബാലയ്ക്ക് ഞാൻ കോപ്പുണ്ടാക്കി. മര്യാദക്കിനെ കാശ് നിന്നില്ലേ ഇന്ന് തന്നെ ശവടക്ക. ഇങ്ങനെ തിരിഞ്ഞോക്കോ. മേത്തോട്ട് കളിക്കരുതല്ലോ, പറഞ്ഞോളൂ. വെറുതെ ഇരിക്കണോ? അങ്ങനെ കിഴക്കമ്മാട്ടുകൂരിനെ പറ്റിച്ച് ഒരു തെണ്ടിയോട് രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്ന് സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നിട്ട് സമാധാനിക്കാം. ഇയാൾക്ക് എന്റെ തനിനെ മനസ്സിലായിട്ടില്ല. എന്തോട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടെന്ന് അറിയോ? സുരേഷ് മേനാന്ന് പറഞ്ഞ് നമുക്ക് കള്ളച്ചിക്കെന്നില്ലേ നമുക്ക് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് അല്ല ഇവിടെ കലവല 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 പറയില്ല. എന്റെ ഇടപാടെ അയാളോടല്ല ഇയാളോടാ, ഈ നക്കി നായരോട്. ഈ നക്കി എന്ന് പറഞ്ഞാലേ അയാൾ മാത്രമല്ല, അത് മനസ്സിലാക്കണം കേട്ടോ. പറഞ്ഞു കേൾക്കണു. ആദ്യം പോലീസിനെ കൂട്ടി രോഹിന്റെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് അവൻ ആരാണ് എന്താണെന്ന് അന്വേഷിച്ച ശേഷം അവിടെ ടാക്സി എടുക്കാം. അല്ലാതെ ഇവിടെ കിടന്ന് മറ്റൊരു മറിച്ചും പറഞ്ഞ എന്താ കാര്യം? എന്നാ ഞാൻ വരാൻ സ്റ്റേഷനിലേക്ക്. പിന്നെ ഒരു കാര്യം, വല്ല ഓടിപ്പകവലെ ശമ്പളം നടത്തിയാണല്ലോ അടിച്ചിന്റെ പൂട്ടലുകളൊക്കെ ഞാൻ. പിന്നെ നീ എഴുന്നേറ്റ് കിടക്കണടാ. കുറച്ചു നേരം നീ തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര അടിക്കാൻ മാത്രമല്ല, തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. പുറകെ ഞങ്ങളുണ്ട്. എന്താ പാടുവോ അവളെ? ഒത്തില്ല. എന്താണ്? ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. താടിക്ക് നീ പിടിക്കുക പീടിക്ക്. രോഹിണിക്ക് വല്ലതും ആവശ്യമുണ്ടോ? വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോകണ്ടേ? എനിക്കൊന്നും വേണ്ട. അഥവാ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട. ഭാസ്കരേട്ടനെ അന്യനായിട്ട് കാണണ്ട. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും. ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്ത് പറയില്ല. രോഹിണിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ സത്യം ചെയ്യാം. കൈ അടിച്ച് ഞാൻ സത്യം ചെയ്യാം. ഇതെന്താ ഇത്? കൈ അതല്ല, ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു കയ്യൊന്ന് വിടോ. നിൽക്കുക. അല്ല, എനിക്ക് കൈ നോക്കാൻ അറിയാം. ഞാൻ തമാശ പറഞ്ഞല്ല. അല്ല, ഭാഗ്യരേഖയുടെ കയ്യൊന്ന് വിടാനാ പറഞ്ഞത്. ഉടക്കല്ലേ? നീ വലിയ ശീലാവധി ചമയൊന്നും വേണ്ട. എല്ലാവരും വന്നപ്പോ വന്നുകൊണ്ട് എന്തു ആവാന്നോ അല്ലടാ. ഞാനിപ്പോ ചെന്നില്ലായിരുന്നു. എന്തായാലും നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കയറ്റും അല്ലടാ. ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയതാ. അതെ, എന്നിട്ട് എന്നെ കയറി പിടിക്കാൻ വന്ന്. എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. അയ്യോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഞാൻ വന്നപ്പോ മാത്രം ഒച്ച വെച്ചു. ഇവന്മാർ രണ്ടുപേരും അങ്ങോട്ടൊന്നില്ലേ? ഞാനോ? ഈ കരീമും ഈ രാഘവനും. അനാവശ്യം പറയരുത് കേട്ടോ. ദാദാ, ഈ നിഷ്കളങ്കയായ പെൺകുട്ടി എന്നെ പറ്റി അനാവശ്യം പറഞ്ഞു. നീ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു. നീയല്ലേ പറഞ്ഞു? നിങ്ങളാ പറഞ്ഞു. നീയാ ഞാൻ പറഞ്ഞു. പറഞ്ഞ ഈ കുട്ടി നല്ല കുട്ടിയാണ്. ഞാനും അത് നിങ്ങളാ പറഞ്ഞത്. അതാ ഒരുപാട് രണ്ടുപേരും പറഞ്ഞു. ഞാൻ പറഞ്ഞതാ. പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതാ. പറഞ്ഞു. ഞാൻ പറഞ്ഞു. നബിലെ ബാക്കി എടുക്കണം. അടിക്കല്ലേ? ഭാഗ്യയുടെ കൂടല്ലേ? അടിക്കല്ലേ? മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞില്ലേ? എല്ലാത്തിനും ഞാൻ വിഷം തന്ന് കൊല്ലും. ഇതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഞാൻ ചാവും. പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ, പല തരക്കാരാ. എല്ലാരും എനിക്ക് ആളാം വിധം നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല. സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ. ഇവിടെ ഏത് പെണ്ണിന് എന്ത് സംഭവിച്ചാലും അതെന്റെ പെണ്ണിലേക്ക് വരൂ. എനിക്കൊരു ചീത്തപ്പേര് വന്നാൽ അത് ഈ സ്ഥാപനത്തിന് ചീത്തയാ. പിന്നെ പട്ടിണി കിടക്കേണ്ടി വരുന്നത് ഞാൻ മാത്രമല്ല. അത് ഓർമ്മ വേണം. എനിക്കിപ്പോ ഇത്രേ പറയാനുള്ളൂ. അപ്പുറത്തേക്ക് പോ. വരട്ടെ.
അങ്ങനെ തുളച്ചിടങ്ങുള്ള മാറുപോയി. മൊയിലാളി 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 ഉറങ്ങുക. കാശിനല്ല, ഒരു സന്തോഷ വാർത്ത. അണ്ണൻ വിളിക്കിറങ്ങി. എന്താണോ അണ്ണൻ വെളിയിലോട്ടിറങ്ങി വരി. നീ പണ്ട കണ്ട പെരിച്ചാലി പോലും നിമിടിക്കാണ്ട് കാര്യം പറ. പിന്നെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് 500 രൂപ എന്ന സുരേഷ് മേനോൻ സാർ അങ്ങേരുടെ കാറില് രോഹിണി, നമ്മുടെ രോഹിണി. എന്താ രോഹിണി കൊണ്ട് തല വെച്ചോ കാറിന്റെ അല്ലല്ല, പിന്നെ ആ കാറിലാണ് രോഹിണി ഇപ്പൊ വന്ന് ഇറങ്ങിയത്. മുടിപ്പര അമ്മയ്ക്കാണ് സത്യം. എന്റെ കാശ് ഇപ്പൊ തരും. അണ്ണ വരി വരി അണ്ണ, വീടല്ലേ വെക്കം വരി. അയ്യോ പെയ്യ അല്ലല്ല കിടക്കണ്. എന്റെ മുടിപ്പര അമ്മച്ചിയാണ്, കണ്ണ് ദൃഷ്ടിയാണ് ഞാൻ കണ്ടേ. ഒരു വെള്ള ബെൻസ് 555. വലിക്കുന്നതാണ്. അയ്യോ ഇത് വലിക്കണല്ല, ഓട്ടിക്കണ കാറ് മുതലാളി. എന്റെ മുതലാളി എവിടെ അങ്ങനെ അതിന്റെ അകത്ത് കയറിവിട്ടത്? നീ വല്ല സ്വപ്നം കണ്ട? അല്ല. കേട്ടോ ശരിയാണോ? എന്തായാലും കേട്ടോ ശരിയാണോ? എന്തായാലും രോഹിണി ഇവിടെ കാറിൽ ഇറങ്ങി. ഇറങ്ങിയെങ്കില് ഇപ്പൊ ഷുവറായില്ലേ ഓള് പോക്കാണ്. നമ്മൾ ആദ്യം പറയുമ്പോ ആരും വിശ്വസിച്ചില്ല. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. എന്തൊരു സത്യാവസ്ഥ, പെണ്ണ് കയറി കൊളുത്തി പ്രേമം. പ്രേമം ഇത് അഡ്ജസ്റ്റ്മെന്റ്. കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. എന്നാലും പെണ്ണ് പുളിങ്കൊപ്പി തന്നെ കയറി പിടിച്ചൂട്ടല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ? വെയ് കാശിന്റെ കാര്യം. എന്റെ കാശ് കണ്ണി കണ്ട ഉത്സവപ്പറമ്പിലൊക്കെ ബാല നോക്കിയിട്ട് നോട്ടീസ് പബ്ലിസിറ്റിയില്ല. ഒരു തയ്യക്കാരനുള്ളത് ആര് ഇന്റർനാഷണൽ തയ്യക്കാരനോ? പ്രസി കൊടുത്ത മാറ്ററിൽ അവിടെ അയലോട്ട മറ്റിടത്തോണ്ട് വെച്ചിരിക്കുക. ഞാൻ ഒരു ചെറുക്കാനാണ് വിട്ടിരിക്കുന്നത്. അടച്ച് പൂട്ട് ഞാനില്ല. ഇപ്പൊ എന്താ പറഞ്ഞെന്ന് മനസ്സിലായേ? കാശ് കിട്ടൂല, പുതിയ ടെക്നിക്കാ. ഉറക്കമില്ലേ അതിന്റെ 2ാം ഭാഗം. എന്താ സാറേ ബില്ല് പാസ്സായ? അതിന്റെ കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളല്ലേ 30,000 രൂപയുടെ ബില്ല് അയച്ചത്? അതെ, ഇതിലൊരു കള്ളത്തരില്ല കേട്ടോ. ബില്ലെന്തേ അവിടേക്ക് അയച്ചത്? പിന്നെ എന്റെ അമ്മായിപ്പന്റെ വീട്ടിലേക്ക് അയക്കാ. നിങ്ങൾ ചെക്കിങ്ങിന് വന്നതായിരിക്കും അല്ലേ? ബില്ല് സുരേഷ് മേനോൻ സാർ കണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. അതാ കുഴപ്പം. അങ്ങേര് കണ്ട ഉടനെ പാസ്സാക്കിയേനെ. അതെന്താ? സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ബാലയിൽ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയുമാണ് ആ ബില്ല്. എനിക്ക് അല്ല, അങ്ങേർക്ക് അങ്ങനെ ഒരു കാമുകയില്ലല്ലോ. പിന്നെ തന്നോട് എഴുന്നള്ളിച്ചിട്ടാണല്ലോ അയാൾ പ്രേമിക്കാൻ പോണത്. ഇതൊക്കെ മുതലാളിമാരുടെ സ്വന്തം കാര്യം. താൻ ബില്ല് മുതലാളിയുടെ കൈ കൊടുത്താൽ മതി, അത് പാസ്സായിക്കോളൂ. ശരി, കൊടുത്തേക്കാം. അല്ല, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പൻ പറഞ്ഞു. കീരിക്കാട്ട് ചെല്ലപ്പൻ അയാളുടെ ട്രൂപ്പിലെ നായിക രോഹിണിയ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി. ഈ ബാലേ ട്രിപ്പ് എവിടെയാ? അത് ഇവിടെ അടുത്താ. അപ്പൊ ഞാൻ വരട്ടെ. സാറേ, ആ ബില്ലൊന്ന് പാസ്സാക്കണേ. നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. തേങ്ങ അടിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ നെഞ്ചത്ത് തന്നെ വേണോ? എന്താ പറഞ്ഞേ? അല്ല, ഈ കാശ് ഉടനെ ശരിയാക്കാം. ആ രോഹിണി എന്താ വല്ല പുതിയ കള്ളത്തരം കൊണ്ട് വന്നിരിക്കുകയാണോ? ബാങ്കിൽ ജോലി, നോക്കാനാളില്ലാത്ത വലിയ മണിമാളിക. നാടല്ലേ മനുഷ്യൻ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് നടക്കാൻ? പാവം കളിച്ച് നടക്കുന്നു. എനിക്ക് പറയുവാനുള്ള എനിക്കൊന്നും കേൾക്കണ്ട, കേട്ടിടത്തോളൊക്കെ മതി. ഹലോ, ഇവിടല്ലേ കീരിക്കാരന്റെ ബാലെ? ബുക്കിങ്ങിന് വന്നാണ് എന്നെ ഡേറ്റ് എടുക്കില്ല. മൊയിലാളി ബിസി. ഗാന്ധികാളി പേപ്പറുകാരന്മാരുടെ കൂടെ ഒരേ മീറ്റിംഗ്. പത്രസമ്മേളനാണോ? എന്തരാന്താ ഞങ്ങളുടെ പുതിയ ഹീറോയിന് രോഹിണിയെ പേപ്പറുകാരന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താ എത്ര പരിചയപ്പെടുത്താൻ? സുരേഷ് മേനോൻ ഒന്ന് കേട്ടിട്ടുണ്ടാ? ആര്? അദ്ദേഹം വലിയ പണക്കാരനല്ലേ? അത്ര വലിയ പുല്ലൊന്നും അല്ല. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. അവന്റെ തന്ത കള്ളനോട്ടടിച്ചല്ലേ പണക്കാരനായത്. അത് ഓട്ട് പുല്ല്. അവനൊക്കെ എന്തരായ നമുക്കെന്ത്? നമ്മുടെ ഭാഗ്യത്തിനോ എന്തോ നമ്മുടെ ട്രൂപ്പിൽ ഒരു ചരക്ക് മാറ്റി അവനൊരു ലൈൻ. നമ്മുടെ മൊയിലാളി അത് ശരിക്കും മുതലെടുത്തു. പെണ്ണിപ്പ ഹീറോയിനി. ഇതിന്റെ കേറാപ്പില് സുരേഷ് മേനോൻ ബാലയുടെ പാർട്ട്ണറായ മൊയിലാളി കോളടിച്ച്. എവിടെ ഗാന്ധി ഹാൾ? എന്റെ കൂടെ വരി, ഞാൻ കാണിച്ചു തരാം. സാറ് ബാലയെ ബുക്ക് ചെയ്യാൻ തന്നെയാ വന്നത്? അതെ.
സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളോ അല്ലേ? ഉം? വല്ല ഉത്സവ പറമ്പിലും ബാലെ കാണാൻ. ആയിരിക്കും. നമ്മൾ വായി നോക്കിയുള്ള ചുറ്റി തിരിയാത്ത ഇടവില്ലല്ലോ. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. കാറിൽ പോ. ഇതാണ് എന്റെ പുതിയ നായിക രോഹിണി. തികച്ചും നായിക പ്രാധാന്യമുള്ള ഒരു ബാലയാണ് ഇത്തവണ ഞാൻ അരങ്ങേറുന്നത്. അതുകൊണ്ടാണ് രോഹിണിയെ പോലെ അഴകും ആരോഗ്യവും സൗന്ദര്യവും കലാവാസനയുമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നായികയായി തിരഞ്ഞെടുത്തത്. രോഹിണി എത്രാമത്തെ വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയത്? 15ാമത്തെ വയസ്സിൽ. കാരണം വീട്ടിലെ ബുദ്ധിമുട്ട്. പിന്നെ ബുദ്ധിമുട്ട് എന്ന് ഉദ്ദേശിച്ചത് ഈ ജന്മവാസന പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ഈ തറവാട്ടിൽ കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികൾക്കുള്ള ചില തടസ്സങ്ങൾ. അതെ. പിന്നെ അടുത്ത് തന്നെ നമ്മുടെ രോഹിണി വിവാഹിതയാവുകയാണ്. അതെയോ? ആ, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ആരാ വരൻ? വരൻ നിങ്ങൾക്കൊക്കെ വളരെ വളരെ സുപരിചിതനായ കോടീശ്വരനായ സുരേഷ് മേനോൻ. ശരിയാണോ? അതെ, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ഈ സുരേഷ് മേനോൻ ഇവിടെ വരുമോ? അത് വരുമില്ലോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ദയവീത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കരുത്. ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഈ പത്രസമ്മേളനം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും രോഹിണിയുടെയും പ്രത്യേകം നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമസ്കാരം. എനിക്ക് തെറ്റിപ്പോയാശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. ആരും ഒപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നത് പോണാ അവിടുന്ന് ഒരു പണി എടുക്കുന്നുണ്ടല്ലേ? അവിടെ ഇരുന്നാ മതി. നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഭാസ്കരോ, എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പാടാ. അല്ലാതെ ഞമ്മ രണ്ടാലും ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കരുതിയുണ്ടോ? ഇല്ല. എന്താ വെച്ച് കാര്യം വെച്ചാ പറ. കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയാ. ആണേ, ആ കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതുവരെയായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാ മതി. ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ. നമുക്ക് ഞാൻ നോക്കിയില്ല കരിമുക്ക. പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ പറയണോ? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരിക്കും, അല്ലേ? ആ, ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ആരുടെ? ആളാരാണോ? ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി? എന്താ? വരട്ടെ. നീ എന്താ പറഞ്ഞത്? പറഞ്ഞപ്പോ കേൾക്കാത്തത്. ഇവൻ വെറുതെ പറയരുത്. അത് നല്ല കുട്ടിയാ. ഒന്ന് പോടാ അവിടുന്ന്. ഭാസ്കര, എന്റെ അച്ഛനാണ് സത്യം. നോക്ക് നഗക്ഷതങ്ങൾ നോക്ക്. വേണ്ടി ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. നിങ്ങൾ ഈ ക്യാമ്പ് വൃത്തിയേടാക്കുമല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മൊത്തം നോക്കണ്ടേ? എന്താണ് ഞങ്ങളെ കണ്ട്? അല്ല, നിങ്ങൾ കണ്ടല്ലേ? പടച്ചോനാണ് മുത്തു മോനെ. ആരോട് പറയുന്നത് കേട്ടോ. അയാൾക്കിന്റെ കൂടി പിടിയും വലിയൊക്കെ ആയിരുന്നു.
എന്റെ കുപ്പായ ആകെ നാശമായി ഇത് അങ്ങനെയുള്ള പിടിയും വലിയൊന്നല്ല. പിന്നെ എന്റെ അള്ള ഒരു സുഖമുള്ള പിടിയും വലിയ എന്തായി എന്താ എന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? അല്ല ഇപ്പൊ ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഊളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. ഓക്കാണ് മോനെ. അത് ഞാൻ അന്നേ പറഞ്ഞല്ലേ പോകാം. ഏതായാലും നമുക്ക് കിട്ടാവുള്ളത് നമുക്ക് കിട്ടും. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. അത് ഞാൻ പറഞ്ഞ എന്താ ഇത്? സ്റ്റേഷനിലേക്ക് ആൾമാറാട്ടമോ? ആൾമാറാട്ടോ? ആ, ഞാനാണ് സുരേഷ് മേനോൻ. ഇങ്ങനെ പറഞ്ഞ ഇവിടെ കളത്ത് കൊപ്പിട്ട് തന്നത് പിടിയാണ്. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാം. നടക്ക്. ആക്കിയതല്ല ആയതാ. നായരെ ഒരു 10 രൂപ വിലയിട്ട് നിങ്ങൾ തന്നേക്ക്. ബാക്കി 20 രൂപയ്ക്ക് ആ വേനൽ തോന്നിക്കുന്ന സാധനം അതും തന്നേക്ക്. അത്രക്കൊന്നും വിലയില്ലെങ്കിലും ഞാൻ തീരെ കണ്ണിൽ ചോരയില്ലാത്തവനാവാൻ പാടില്ലല്ലോ. എനിക്കിത്തിരി വിഷം തന്നിട്ട് എല്ലാം കൂടെ എടുത്തോണ്ട് വെക്കോ. നായരെ അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കലയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. സിനിമ എടുക്കാൻ പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു. ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകള്ളെ ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല. ഞാനും നിൽക്കൂല. നമുക്ക് 3 പേർക്കും കൂടെ ചേർന്ന് ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അന്തസ്സായിട്ട് പട്ടിണി കിടന്ന് മരിക്കാടേ. നന്ദി കേട്ടവന്മാരെ, എല്ലാരും കൂടെ ശവത്തി കുത്താടാ. തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കമായിട്ട് കുരിനെടുത്ത് നടക്കില്ല. മര്യാദക്ക് കാശ് വന്നില്ലെങ്കിലേ ഇനി താനായിരിക്കും പോലീസ് സ്റ്റേഷൻ കിടന്ന് തല്ലുള്ള. മൊയിലാളി, എന്റെ മൊയിലാളി, 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 എന്താണ് ശങ്കര? എന്താ ഇത്? കാശ് കാശ് കാശോ? എവിടുന്ന്? ചെക്ക് മാറിയ കാശ്. എന്താണ് എന്താണ്? എന്റെ അമ്മോ. മാറങ്ങോട്ട്. ഒരുത്തന്റെ ഒരു സഹായം വേണ്ട. എന്റെ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞതാ. എന്റെ കാശ് ആദ്യം ഇങ്ങോട്ട് തന്നേക്ക്. എനിക്ക് ഇത്തിരി വെറുതെ ഉണ്ട്. കാശ് ഒരു തെറ്റും ചെയ്യാത്ത ഒരുത്തരും ജയിലിനകത്ത് പിടിച്ചിരിക്കുന്നു. ആദ്യം ആളെ പുറത്തിറക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം കാശിന്റെ കാര്യമൊക്കെ. കേരളമല്ല